ഹലോ ഗായ്സ്, അപ്പോൾ കുറച്ച് നാളായി നമ്മൾ ലോങ് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ഇനി മുതലെങ്കിലും വീഡിയോ പോസ്റ്റ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ നമ്മളെ കണ്ടന്റുമായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് എൻ്റെ ചാനൽ കാണുമ്പോൾ അറിയാം, എൻ്റെ ചാനൽ ബ്യൂട്ടി റിലേറ്റഡ് അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് അല്ലെങ്കിൽ ഫാമിലി റിലേറ്റഡ് വ്ളോഗ്സ് ഒക്കെ വരുന്ന ചാനലാണ് എൻ്റെത്. അപ്പോൾ അതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവർ നമ്മളെ ചാനൽ മറക്കാതെ ഫോളോ ചെയ്യണം. അതുപോലെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും എല്ലാം ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് അലങ്കോല പണികളും ഒക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് എക്സ്ക്യൂസ് ചെയ്യണം കേട്ടോ. അപ്പം എന്നും ബാക്ക്ഗ്രൗണ്ട് എക്സ്ക്യൂസ് ചെയ്യൂ എന്ന് പറയാൻ മാത്രമേ എനിക്ക് നേരമുള്ളൂ എന്ന് നിങ്ങൾ കരുതരുത്, കമൻറ്റ് അങ്ങനെ ചെയ്യരുത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ കുറച്ച് തടി വെച്ചിട്ടുണ്ട്, കുറച്ച് ഫേസ് ഫാറ്റൊക്കെ കൂടിയിട്ടുണ്ട്, കുടിയിലൊക്കെ കൂടുതലാണ്. കുറയ്ക്കാം കുറച്ചത് തന്നെ, അത് പോട്ടെ. ഓക്കെ, ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമുക്ക് എല്ലാവരും ബ്യൂട്ടി പ്രോഡക്റ്റ് ആണ് എന്ന് കരുതി തള്ളിക്കളയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സാധനമുണ്ട്, ഒരാളുണ്ട്. ആ ആളിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് പറയണത്. ഓക്കെ, ആളിനെ ഞാൻ പറഞ്ഞു തരില്ല, വേണേൽ കാണിച്ചു തരാം. ഒരേപോലെ ഇരിക്കുന്ന രണ്ട് ബ്രാൻഡിൻ്റെ രണ്ട് ടൈപ്പ് സൺസ്ക്രീൻസ് ആണ് കേട്ടോ. ഒരമ്മേൻ്റെയും മക്കളുടെയും, ഒരമ്മയുടെ അച്ഛൻ്റെയും 4 മക്കൾ, ഒരമ്മയുടെ അച്ഛൻ്റെയും 2 മക്കൾ, 4 മക്കൾ. ഇതൊരമ്മയുടെ അച്ഛൻ്റെയും മക്കൾ, ഇതൊരമ്മയുടെ അച്ഛൻ്റെ മക്കൾ. അതുപോട്ടെ, എൻ്റെ മണ്ടത്തരങ്ങളിൽ എനിക്ക് ബന്ധങ്ങളൊന്നും അറിയില്ല, അത് നിങ്ങൾ കളഞ്ഞു കളഞ്ഞേക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് സൺസ്ക്രീനെ പറ്റിയിട്ടാണ്. സീരിയസ് ആയിട്ട് നമുക്ക് വീഡിയോയിലോട്ട് വരാം. സൺസ്ക്രീൻ എന്തിനാണ്? സൺസ്ക്രീൻ ഇപ്പോഴും സൺസ്ക്രീൻ ഒരു ബ്യൂട്ടി പ്രോഡക്റ്റ് അല്ലെങ്കിൽ സൗന്ദര്യവർദ്ധക വസ്തുവായിട്ട് കാണുന്ന കുറച്ച് പേരെങ്കിലും ഇപ്പോഴും നമ്മളുടെ ചുറ്റുമിലും ഉണ്ട്. അപ്പോൾ നമുക്കിന്ന് സൺസ്ക്രീൻ എന്തിനാണ്, ഏതിനാണെന്ന് എന്തൊക്കെയുള്ള നല്ല കറക്റ്റായിട്ട് എന്താണ് സൺസ്ക്രീൻ, എന്തിനാണ് സൺസ്ക്രീൻ കറക്റ്റ് ഇടേണ്ടത് എങ്ങനെയാണ്, ആരൊക്കെയാണ് സൺസ്ക്രീൻ ഇടാൻ പാടില്ലാത്തത്, എങ്ങനെയാണ് കറക്റ്റായിട്ട് സൺസ്ക്രീൻ പ്രവർത്തിച്ച് തുടങ്ങണത്, അതുപോലെ തന്നെ സൺസ്ക്രീൻ ഇട്ടിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ന് സൺസ്ക്രീനിനെ പറ്റിയിട്ടുള്ള എല്ലാം പറഞ്ഞ് ഡൗട്ടുകളെല്ലാം ക്ലിയർ ആക്കിയിട്ട് പോകാനാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ സൺസ്ക്രീൻ എന്തിനാണ്? സൺസ്ക്രീൻ ആ പേരിൽ തന്നെയുണ്ട്, സൺസ്ക്രീൻ. സണ്ണിൽ നിന്നുള്ള ഒരു സ്ക്രീനിങ് പോലെ ഒരു പ്രൊട്ടക്ഷൻ നമ്മുടെ സ്കിന്നിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സൺസ്ക്രീൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. പണ്ടത്തെ ഉള്ളവർ കുറേ, ഞാൻ 2-3 വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, പണ്ടുള്ളവരൊക്കെ പറയാറുണ്ട് ഞാനും ഇപ്പോൾ ഒരു വെയിലത്ത് മണിക്കൂറും കിലോമീറ്റർ നടന്നു കഴിഞ്ഞാണ് നമ്മൾ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്, പണിക്ക് പോയിക്കൊണ്ടിരുന്നത്. ഞങ്ങൾക്കൊന്നും സൺസ്ക്രീൻ ഇടാതിരുന്നിട്ട് ക്യാൻസറോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല, ഞങ്ങൾക്കൊരു കുഴപ്പവും വന്നിട്ടില്ല എന്നൊക്കെ കുറേ പേര് പറയാറുണ്ട്. ഓക്കെ ഗൈസ്, പണ്ടത്തെ കാലത്തും നമുക്ക് സൺസ്ക്രീനിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ പണ്ടത്തെ കാലത്തും ആവശ്യം ഉണ്ടായിരുന്നു. ആൻഡ് ഇപ്പോഴത്തെ കാലത്ത് അതിനെക്കാട്ടിൽ കൂടുതൽ നമുക്ക് ആവശ്യമുണ്ട്. കാരണം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് സൂര്യൻ്റെ ആകിരണങ്ങൾ അല്ലെങ്കിൽ സൂര്യൻ്റെ കിരണങ്ങൾ കൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ്. ഡേ ബൈ ഡേ ഓരോ ദിവസം ചെല്ലുന്തോറും നമ്മൾ ഓസോൺ പാളിക്ക് വിള്ളലേറ്റുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഓസോൺ പാളിക്ക് വിള്ളലേൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. നമുക്ക് സൂര്യൻ ഭയങ്കര ഉപകാരിയാണെങ്കിലും സൂര്യനിൽ നിന്ന് വരുന്ന കുറച്ച് റേസ് നമ്മളെ ശരീരത്തും ഭൂമിയിലും വന്ന് പതിച്ചു കഴിഞ്ഞാൽ നമുക്കത് മാരക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. അത് വന്ന് പതിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓസോൺ പാളി ഒരു ലെയർ പോലെ ഇരിക്കാറുള്ളത്. പക്ഷേ ഓസോൺ പാളിക്ക് ഡേ ബൈ ഡേ വിള്ളലേറ്റുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന UVA UVB റേസ്, ഈ 2 റേസാണ് കുഴപ്പം പിടിച്ച ആൾക്കാർ. സൂര്യനിൽ നിന്ന് നമുക്ക് വൈറ്റമിൻ D കിട്ടുന്നുണ്ട്, അത് ഉപകാരമുള്ളതാണ്. അതുപോലെ സൂര്യൻ ഉദിച്ചില്ലെങ്കിൽ ലോകമില്ല. ഓക്കെ, സൂര്യനില്ലെങ്കിൽ നമുക്ക് എന്ന് ഇരുട്ടായിട്ട് കിടക്കുന്ന സൂര്യനില്ലാത്തൊരു കാര്യം നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. പക്ഷേ സൂര്യൻ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങളും ഇതൊക്കെയാണ്, അതും നമ്മൾ തന്നെയാണ് ആലോചിക്കേണ്ടത് ഗൈസ്. അപ്പം നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂര്യനിൽ നിന്ന് വരുന്ന UVA UVB റേസ്, ഈ 2 റേസിൽ നിന്നാണ് നമുക്ക് പ്രൊട്ടക്ഷൻ വേണ്ടത്. സ്കിൻ എന്ന് പറയുന്നത് നമ്മളെ ഫുൾ ബോഡിയാണ്, ഫുൾ ബോഡിയിലുള്ള സെൻസ് ഓർഗനാണ്. നമ്മളെ സ്കിന്നിന് എന്തെങ്കിലും ഒന്ന് അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഹോൾ ബോഡിക്ക് അത് അഫക്റ്റ് ചെയ്യാനുള്ള കാരണമാവും. നിങ്ങൾ തന്നെ ജസ്റ്റ് ചിന്തിച്ച് നോക്കിയാൽ മതി. ഷുഗറൊക്കെ വരുമ്പോൾ ഒരു മുറിവ് സ്കിന്നിൽ പറ്റിക്കഴിഞ്ഞാൽ അത് ഒരുപാടും കൂടുതലാവുന്നതും മുറിവുണങ്ങാൻ പാടുപെടുന്നത്, അങ്ങനെ അതുപോലെ ഒരു സ്കിൻ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് പടരുന്നതും അതൊക്കെ ഭയങ്കര വലിയ പ്രശ്നങ്ങളായിട്ടുള്ള കാര്യങ്ങളാണല്ലേ. അപ്പോൾ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്, ഏറ്റവും ആദ്യം പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നമ്മളെ ഇൻറ്റേർണൽ ഓർഗൻസിനെ പോലെ എക്സ്റ്റേണൽ ആയിട്ടുള്ള നമ്മൾ ഈ ഓർഗനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഏതിനെ? സെൻസ് ഓർഗനാണ് നമ്മളെ സ്കിൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്കിന്നിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം.
ഈ സ്കിൻ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. ലാഗ് അടിപ്പിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക, സ്കിപ്പ് ചെയ്യാതെ മാക്സിമം കാണാൻ നോക്കുക. നമ്മൾ ഇനി ലാഗ് അടിപ്പിക്കാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു പോകുന്നതായിരിക്കും കേട്ടോ. സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ അത് UVA റേസ് പറഞ്ഞല്ലോ. ഈ UVA റേസ് ഈ ഓസോൺ പാളിക്ക് വിള്ളലേൽക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാടായിട്ട് നമ്മുടെ ദേഹത്ത് വന്ന് പതിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നൊക്കെ ചുളുങ്ങിപ്പോകാം. ഇത് ചുളുക്കല്ല, ഇത് ഞരമ്പാണ്. ഇങ്ങനെ ഇരിക്കുന്ന സ്കിന്ന് നമ്മളെ നോർമലി ഇരിക്കുന്ന, അതായത് ഒരു 30 വയസ്സിൽ തന്നെ 40 വയസ്സിൻ്റെ പ്രായം തോന്നിക്കാം. സ്കിന്ന് പെട്ടെന്ന് ചുളുങ്ങാനും ഡാമേജ് ആവാനും ഒക്കെ നല്ല കാരണങ്ങളുണ്ടാവും. സ്കിൻ ഡാമേജ് ആവാനൊക്കെ നല്ല ചാൻസ് ഉണ്ടാവും. UVA റേസിന് കൊണ്ടിട്ടുള്ള കുഴപ്പങ്ങൾ അതാണ്. UVB റേസാണ് നമ്മളെ സ്കിന്നിൽ പതിക്കുന്നതെന്നുണ്ടെങ്കിൽ ടാൻ ആവുക എന്ന് പറയണത് നമ്മൾ എല്ലാവരും പറയാം കറുത്ത് പോകുന്നത് ഒരു കുഴപ്പമാണ്. കറുത്ത് പോകുക എന്ന് പറയുന്ന ഒരു കുഴപ്പമാണെന്നല്ല. കളർ ഓക്കെ, നോർമലി നമുക്ക് എല്ലാവർക്കും ഒരു കളറുണ്ട്. മെലാനിൻ്റെ ഒരു പ്രൊഡക്ഷൻ കാരണമായിട്ടാണ് നമുക്ക് ആ ഒരു കളർ വരുന്നത്. പക്ഷേ ഈ കറുക്കുക നമുക്ക് നോർമലി നമുക്കുള്ളൊരു കളറിനെ കാട്ടില്ല, നമുക്ക് ടാൻ അടിക്കും. ആ ടാൻ അടിക്കുക എന്ന് പറയുന്നത് നമ്മളെ സ്കിന്നിൻ്റെ സെൽസ് നശിച്ചു പോണതാണ്. അല്ലാതെ വെയിൽ കൊണ്ട് കറുത്ത് പോയെന്ന് പറയുമ്പോൾ അതൊരു രോഗാവസ്ഥ തന്നെയാണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ടാൻ അടിക്കുന്നത് നമ്മളെ സ്കിന്നിൻ്റെ സെൽസിന് ഡാമേജ് വന്നിട്ടാണ് ടാൻ അടിക്കുന്നത്. കറുപ്പ് ഉള്ള കളറിൽ നിന്നും ഡാർക്കായി ടാനായി പോകുന്നത് അതുകൊണ്ടിട്ടാണ്. ഓക്കെ, അതാദ്യം മനസ്സിലാക്കുക. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, UVB റേസ് നമ്മളെ ബോഡിയിൽ വന്ന് പതിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് സ്കിൻ ക്യാൻസർ ഉണ്ടാവും. സ്കിൻ ക്യാൻസർ ഈ സൂര്യൻ്റെ രശ്മികൾ വന്ന് പതിച്ചിട്ടുള്ള സ്കിൻ ക്യാൻസർ ഒരുപാട് പേർക്ക് നമുക്കിവിടെ ഇന്ത്യൻ സ്കിന്നിന് കുറച്ചും കൂടി മെലാനിൻ പ്രൊഡക്ഷൻ കൂടുതലായതുകൊണ്ടാണ് നമുക്കതിന് ഒരു പ്രതിരോധ ശേഷി കുറച്ചും കൂടി കിട്ടുന്നത്. അല്ലാതെ ഫോറിൻ കൺട്രീസിൽ ഈ UV റേസ് കൊണ്ടിട്ടുള്ള സ്കിൻ ക്യാൻസർ ഒരുപാട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം, ഗൂഗിൾ ചെയ്ത് നോക്കാം, യൂട്യൂബിൽ നോക്കാം, എവിടെ വേണമെങ്കിലും നോക്കാം. ഒരുപാട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഈ പറയുന്ന സ്കിൻ ക്യാൻസർ. ഓക്കെ, നമുക്ക് ഇന്ത്യൻ സ്കിന്നിന് അത്രയും ഇറക്കാത്തത് കുറച്ചും കൂടി മെലാനിൻ പ്രൊഡക്ഷൻ ഉള്ളത് കൊണ്ടിട്ടാണ് കേട്ടോ. എന്നിരുന്നാൽ പോലും ഈ UVB റേസ് കണ്ടിന്യൂ ആയിട്ട് അടിക്കുകയാണെങ്കിൽ നമുക്ക് സ്കിൻ ക്യാൻസർ ഉണ്ടാവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഇതിനാണ് ഒഴിവാക്കാനാണ് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സൂര്യനിൽ നിന്ന് വരുന്ന ഈ അപകടകരമായ റേസിനെ തടഞ്ഞു നിർത്തും സൺസ്ക്രീൻ എന്ന് വെച്ചിട്ട്. സൂര്യനിൽ നിന്ന് വൈറ്റമിൻ D കിട്ടുന്നു, അത് ഒരിക്കലും തടയില്ല. വൈറ്റമിൻ D നമുക്ക് കിട്ടും, സൺസ്ക്രീൻ ഇട്ടെന്ന് വെച്ചിട്ട് ആ ഒരു ഇത് കിട്ടാതിരിക്കില്ല. സൺസ്ക്രീൻ എന്തിനാണെന്നുള്ളത് മനസ്സിലായല്ലോ. ഇനി എന്ത് സൺസ്ക്രീൻ ചൂസ് ചെയ്യണം എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. മാർക്കറ്റിൽ ഇപ്പോൾ ഒരുപാട് ടൈപ്പ് സൺസ്ക്രീൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതൊരു ക്രീം ടൈപ്പ് ജെൽ ടൈപ്പ് സൺസ്ക്രീൻ ആണ്. അതേപോലെ ഇതും ഒരു ഫ്ലൂയിഡ് കൺസിസ്റ്റൻസിയിൽ വരുന്ന ഒരു സൺസ്ക്രീൻ ആണ്. ഇത് രണ്ടും വെള്ളം പോലത്തെ സൺസ്ക്രീൻസ് ആണ്. ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അത് മാത്രമല്ല, ഇത് കൂടാതെ നമുക്ക് റോൾ ഓൺ പോലുള്ളത്, സ്പ്രേ പോലെ ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി, അങ്ങനെയുള്ള സൺസ്ക്രീൻസ് ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ സൺസ്ക്രീൻസ് എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് ഉണ്ട്. കെമിക്കൽ സൺസ്ക്രീൻസ് ഉണ്ട്, മിനറൽ സൺസ്ക്രീൻസ് ഉണ്ട്. മിനറൽ സൺസ്ക്രീൻസ് വരുമ്പോൾ കുറച്ചും കൂടിയൊക്കെ വൈറ്റ് കാസ്റ്റ് ഉള്ളതാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ നമ്മുടെ സ്കിന്നിൽ അത് ആക്റ്റീവായി തുടങ്ങും. പിന്നെ കണ്ടു കഴിഞ്ഞാൽ നമ്മളിൽ പുട്ടി വാരി അടിച്ച കൂട്ട് വെള്ളം കംപ്ലീറ്റ് വൈറ്റ് കാസ്റ്റ് ആയിരിക്കും. അതിനെക്കാട്ടിലും നമുക്ക് കുറച്ചും കൂടി നല്ലത് കെമിക്കൽ സൺസ്ക്രീൻസ് ചൂസ് ചെയ്യാന്നുള്ളതാണ്. ഇതുപോലത്തെ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്ന സൺസ്ക്രീൻസ് ചൂസ് ചെയ്യാന്നുള്ളതാണ്. ഈ സൺസ്ക്രീൻസ് ഒക്കെ ആക്റ്റീവ് ആവാനായിട്ട് 15 തൊട്ട് 20 മിനിറ്റ് സമയം എന്തായാലും എടുക്കും. ഈ 20 മിനിറ്റ് സമയത്തിന് ഇട്ട ഉടനെ നമ്മൾ പുറത്തു പോയി കഴിഞ്ഞാൽ അത് ഇപ്പോൾ ഇതിനകത്ത് ഏത് കണ്ടന്റ് ആണുള്ളത്, ഇതിനകത്ത് നയസിനമൈഡ് ഉണ്ട്. അപ്പോൾ ഈ കണ്ടന്റും വെയിലുമായിട്ട് അപ്പോഴേ അത് ഓക്സിഡൈസ് ആവുമെന്നാണ് പറയണേ, അതുമായിട്ട് റിയാക്റ്റ് ആയിട്ട് നമുക്ക് കുറച്ചും കൂടി ടാൻ ആവാനും ഒക്കെ ഉള്ള ചാൻസ്. അതാണ് കുറച്ച് പേര് പറയുന്നത് സൺസ്ക്രീൻ ഇട്ടതിന് ശേഷം ഞാൻ കറുത്ത് പോവുകയാണ് ചെയ്തതെന്ന്. അത് ഇട്ടിട്ട് ഉടനെ വെളിയിൽ ഇറങ്ങുന്നത് കൊണ്ടാണ് കേട്ടോ. അതിനകത്തുള്ള ഏത് എലമെന്റ് ആണോ അത് ആക്റ്റീവായി തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുന്നത് അത് സൂര്യനായിട്ട് റിയാക്ട് ചെയ്യാനും ഈ റേസായിട്ട് റിയാക്ട് ചെയ്യാനൊക്കെ ഒരുപാട് കാരണമാവും. അതുകൊണ്ട് 15 മിനിറ്റ് മുന്നേ എങ്കിലും നമ്മൾ പോകുന്നതിന് 15 മിനിറ്റ് മുന്നെങ്കിലും ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ഓർക്കണം കേട്ടോ. അത് മറക്കരുത് സൺസ്ക്രീൻസിൻ്റെ. ഇനി നമ്മളെ സ്കിൻ ടൈപ്പ് ആദ്യം അറിയാം. സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കുക, എന്നിട്ട് അതിന് മാച്ച് ആയിട്ടുള്ള സൺസ്ക്രീൻസ് വേണം ചൂസ് ചെയ്യാൻ. നിങ്ങളതൊരു ഓയിലി അല്ലെങ്കിൽ എന്താ പറയുക കോമ്പിനേഷൻ ഓയിലി സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഈ ഫ്ലൂയിഡ് കൺസിസ്റ്റൻസിയിൽ വരുന്ന സൺസ്ക്രീൻസ് ചൂസ് ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ നിങ്ങളുടെ സ്കിന്നിന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, നോർമൽ ആണെങ്കിൽ ഈ കണ്ടെയ്ൻസ് ഒക്കെ ഉണ്ടല്ലോ, നയസിനമൈഡ്, വൈറ്റമിൻ C, അതുപോലെ തന്നെ ആ കണ്ടെയ്ൻസ് ഒക്കെ ഉള്ളത് നോക്കി മേടിക്കാതിരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ സ്കിൻ ടൈപ്പിന് ചേരുന്ന സൺസ്ക്രീൻസ് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് വേറെ ആക്നെയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കണ്ടെയ്ൻസ് ഉള്ളത് നോക്കി ചൂസ് ചെയ്യാതെ നോർമലി ഉള്ളൊരു സൺസ്ക്രീൻ ചൂസ് ചെയ്യുക. ഇത് നോർമൽ ഓയിലി എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ചേരുന്ന ഒരു സൺസ്ക്രീനാണ്, നല്ല സൺസ്ക്രീനാണ്. ഇത് ഡ്രൈ ടു നോർമൽ സ്കിൻകാർക്കും ചേരുന്ന ഒരു നല്ല സൺസ്ക്രീനാണ്.
അതേപോലെ ഇത് ഓയിലി സ്കിൻകാർക്ക് ചേരുന്ന നല്ലൊരു സൺസ്ക്രീനാണ്. ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതിൽ ഇത്രയും സൺസ്ക്രീൻസ് ആണ് എനിക്ക് നല്ലതെന്ന് പറയാനുള്ളത്. പിന്നെ ഇത് കുറച്ച് കുരു വരുത്തും, വൈറ്റമിൻ സി ഉള്ളതുകൊണ്ട് ഇത് കുറച്ച് കുരു വരുത്തുന്ന വൈറ്റമിൻ സിൻ്റെ സാധനമായതുകൊണ്ട് കുരു വരുന്ന സാധനമാണ് ഇത്. ആൻഡ് ഇത്രയും സൺസ്ക്രീൻസ് ആണ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ആൻഡ് വൺ മോർ തിങ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാനത് നോട്ടായിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾ സൺസ്ക്രീൻ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. സൺസ്ക്രീൻ ഈ സ്കിൻ ടൈപ്പിന് ഏതാണോ ചേരുന്നത് അത് നോക്കുക എന്നുള്ളത് ഫസ്റ്റ്. ആൻഡ് സെക്കൻഡ് തിങ് വന്നിട്ട് PA4+ അല്ല എന്നുണ്ടെങ്കിൽ UVA UVB റേസ് പ്രൊട്ടക്ഷൻ ഉള്ള UVA UVB റേസ് പ്രൊട്ടക്ഷൻ ഉള്ള സൺസ്ക്രീൻസ് നോക്കി മേടിക്കുക എന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉപയോഗമുള്ളൂ. ഇല്ലെങ്കിൽ PA4+ ആണെന്നുണ്ടെങ്കിൽ ഒന്നും സംശയിക്കേണ്ട, അത് മേടിക്കാം. SPF 30 എങ്കിലും ഉള്ളത് മാക്സിമം മേടിക്കാൻ നോക്കുക. ഇതിൻ്റെ ഉള്ളതെല്ലാം SPF 15+ ആണ്. എല്ലാ സൺസ്ക്രീൻസും SPF 15+ ആയിട്ടുള്ളതാണ്. അത് കുറച്ചും കൂടി നല്ലതാണ്. പിന്നെ നെക്സ്റ്റ് അടുത്ത കാര്യം വന്നിട്ട് സൺസ്ക്രീൻ. ഈ സൺസ്ക്രീൻസ് ഒക്കെ ഒരു 2 തൊട്ട് 3 മണിക്കൂർ വരെ നമ്മുടെ സ്കിന്നിൽ പ്രവർത്തിക്കത്തുള്ളൂ. അവർ 7-8 മണിക്കൂറൊക്കെ പ്രവർത്തിക്കുമെന്ന് പറയാം. എന്നിരുന്നാലും 2-3 മണിക്കൂർ മാത്രമേ ഇതിന് ശേഷിയുള്ളൂ. അത് കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ റീഅപ്ലൈ ചെയ്ത് കൊടുക്കണം. റീഅപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ഈ പറഞ്ഞ പോലുള്ള സ്പ്രേയോ റോളോണോ അങ്ങനെയൊക്കെ ഉള്ളത് പുറത്ത് പോകുന്നവരാണെങ്കിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് സൺസ്ക്രീൻ. ഇത് മഴയാവുമ്പോഴും നമുക്ക് സൺസ്ക്രീൻ ഇടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ബെറ്റർ ഓപ്ഷനാണ്. കാരണം ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. വാട്ടർ റെസിസ്റ്റൻ്റ് സെറ്റ് പ്രൂഫ് ഒക്കെ ആയിട്ടുള്ള സൺസ്ക്രീൻസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നെറ്റ് ഡബിൾ ക്ലെൻസിങ് എന്നുള്ളൊരു മെത്തേഡിൽ തന്നെ കളയാൻ ശ്രമിക്കണം. കാരണം ഇത് ഭയങ്കര ഉപകാരിയും അതുപോലെ തന്നെ അപകടകാരിയാണ്. കാരണം നമ്മുടെ സ്കിന്നിനകത്ത് ഇതിൽ പോർസൊക്കെ ക്ലോഗ് ആയിട്ട് കുരു വരാനും ബ്രേക്കൗട്ട്സ് വരാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതൊരു മെഡിസിനാണ്. ഈ മെഡിസിൻ നമ്മൾ കഴിക്കേണ്ട പോലെ കഴിക്കണം അല്ലേ. ഏത് മെഡിസിൻ ആണെങ്കിലും നമ്മൾ കഴിക്കേണ്ട പോലെ കഴിക്കണം. കഴിക്കേണ്ട രീതിക്ക് കഴിച്ചേ പറ്റത്തുള്ളൂ. അതേപോലെയാണ് ഇത് ഇടേണ്ട രീതിക്ക് ഇടണം. ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളത് ഡബിൾ ക്ലെൻസിങ് എന്നുള്ളൊരു മെത്തേഡിൽ തന്നെ നിങ്ങളത് റിമൂവ് ചെയ്ത് കളയാനായിട്ട് ശ്രദ്ധിക്കണം. ആൻഡ് അടുത്ത തിങ് വന്നിട്ട് സൺസ്ക്രീൻ ഇടുമ്പോൾ കറുത്തു പോകുന്നു എന്നുള്ളൊരു ഡൗട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങളിടുന്ന സൺസ്ക്രീൻ നിങ്ങളെ സ്കിൻ ടൈപ്പിന് ചേരാത്തതാണ്. നിങ്ങൾക്ക് സ്കിന്നിന് മൈനറായിട്ടുള്ള ഇഷ്യൂസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. ഏത് സൺസ്ക്രീൻസ് ആണ് ബെറ്റർ എന്ന് നിങ്ങൾക്ക് നോക്കി ചൂസ് ചെയ്ത് കണ്ടുപിടിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേജറായിട്ടുള്ള സ്കിൻ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് തന്നെ സൺസ്ക്രീൻ മേടിക്കാൻ നോക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് ഇത്രയും നിങ്ങളോട് സൺസ്ക്രീനെ പറ്റിയിട്ട് പറയാനുള്ളൂ. സൺസ്ക്രീൻ ഇടാൻ വേണ്ടിയിട്ട് ഒരുപാട് റൂള് പറയുന്നുണ്ട്. 3 ഫിംഗർ 2 ഫിംഗർ റൂളൊക്കെ പറയാറുണ്ട്. ബട്ട് ഞാൻ ഹോണസ്റ്റ്ലി പറയട്ടെ, 3 ഫിംഗർ 2 ഫിംഗർ റൂൾ ഇവർ പറയുന്നത് ഫേസിന്റെ ഒരു തുള്ളി ഭാഗത്ത് പോലും ഇല്ലാതിരിക്കാനാണ്. അതായത് എല്ലാ ഭാഗത്തും ഈ സൺസ്ക്രീൻ പറ്റാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. കറക്റ്റായിട്ട് പറഞ്ഞാൽ അങ്ങനെയാണ്. എല്ലാ ഭാഗത്തും സൺസ്ക്രീൻ ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് 3 ഫിംഗർ 2 ഫിംഗർ ഒക്കെ പറയാറ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഫേസ് കംപ്ലീറ്റ് ആയിട്ട് എത്രയാണോ നിങ്ങളെ ഫേസിന് വേണ്ടത് അത്ര എമൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഫേസ് കവർ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള എമൗണ്ട് യൂസ് ചെയ്യാം. റൂൾസും കാര്യങ്ങളൊന്നും നോക്കണമെന്നൊന്നും ഞാൻ പറയില്ല. അതിന് റൂൾസൊക്കെ എല്ലാവരും പറയും. പക്ഷേ ഫേസ് കംപ്ലീറ്റ് ആയിട്ട് നോക്കാനുള്ള ഫേസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ആവാനുള്ള രീതിക്കുള്ള സൺസ്ക്രീൻസ് ഇടുക. ആൻഡ് ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഒരു തിങ് വന്നിട്ട് സൺസ്ക്രീൻ ഇടുന്നതിന് മുന്നേ മോയ്സ്ചറൈസർ ഇടാൻ ശ്രദ്ധിക്കണം കേട്ടോ. മോയ്സ്ചറൈസറിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ആൻഡ് കൂടുതലൊന്നും പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. ബൈ.